അയ്യോ മോനെ, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഞാൻ വേറെ സിനിമയുടെയൊക്കെ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വിദേശ രാജ്യങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ലൊക്കേഷനിൽ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് വേറെ സിനിമകളൊക്കെ ഇല്ലേ, അപ്പം അതിൻ്റെയൊക്കെ പിറകെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ പേർക്ക് ഈ ഒരു സിനിമ കാരണം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നെനിക്കറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഞാനിതിന് ഖേദം പ്രകടിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഉടനെ തന്നെ ഈ സിനിമയുടെ റീസെൻസറിങ് ചെയ്ത് ഈ സിനിമയിൽ നിന്നും വെട്ടി മാറ്റേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെങ്കിലും ശരി, അതെല്ലാം മാറ്റി ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ മാത്രമേ ഈ സിനിമ ഞാൻ ഇനി അടുത്ത സെൻസറിങ്ങിന് ശേഷം ഈ സിനിമ റിലീസിങ്ങിന് എത്തിക്കുകയുള്ളൂ എന്നിപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അയ്യോ, ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പാവം ലാലേട്ടൻ കണ്ടിരുന്നെങ്കിൽ ലാലേട്ടൻ ഇത്രയും ലെഫ്റ്റനൻറ്റ് കേണൽ പദവിയൊക്കെ കൊടുത്തത് ഏത് സർക്കാരാണെന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിൽ ലാലേട്ടൻ അത് ചെയ്യൂലായിരുന്നല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്ന ലാലേട്ടൻ്റെ ടീസർ റിലീസിൻ്റെ ഫംഗ്ഷനിൽ ലാലേട്ടൻ പറഞ്ഞത്, മോനെ ഇതിൻ്റെ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയേറെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ സിനിമ അത്രയ്ക്കും കുറേ തടസ്സങ്ങളൊക്കെ നമുക്ക് നേരിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. കാരണം ഈ സിനിമ ഞാൻ കണ്ടതാണ് എന്നാണ് ലാലേട്ടൻ ടീസർ റിലീസ് ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞത്. എങ്ങനെയാണ് ലാലേട്ടൻ ഇത്രയും പ്ലേറ്റ് മാറ്റാൻ പറ്റുന്നത്? ഈ ഒരു കാര്യം ലാലേട്ടൻ അവിടെ പറഞ്ഞാണ് സിനിമ കണ്ടിട്ടുണ്ട്, എന്നിട്ട് ഇപ്പം വന്ന് പറയുന്നു ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലെന്ന്. അപ്പം ലാലേട്ടൻ ഒന്നീ ഇവിടെ കള്ളം പറയുന്നു, അല്ലെങ്കിൽ അവിടെ പ്രൊമോഷന് വന്ന് നാട്ടുകാരോട് കള്ളം പറഞ്ഞു. ഇതിലേതാണ് ലാലേട്ടൻ പറഞ്ഞ കള്ളം? എവിടെയാണ് ലാലേട്ടൻ പറഞ്ഞ കള്ളം? ഈ വിവാദത്തിന് വന്നിട്ട് ഞാൻ അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് പൃഥ്വിരാജിന്റെ തലയിൽ ഇട്ട് കൊടുക്കുകയാണോ ലാലേട്ടൻ ചെയ്യേണ്ടത്? അതോ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടില്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു സീൻസിലൊക്കെ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ ആർക്കൊക്കെ ഏതൊക്കെ സീനുകളാണോ വ്യത്യാസം വരുത്തേണ്ടത് അതെല്ലാം വരുത്തി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ ഞാൻ ഈ സിനിമ വീണ്ടും റീസെൻസർ ചെയ്ത് റിലീസ് ചെയ്യും. അത് തിങ്കളാഴ്ച മുതൽ വീണ്ടും തിയേറ്ററിലോട്ടെത്തും. എല്ലാവരുടെയും ആശംസകളും എല്ലാവരുടെയും സപ്പോർട്ടും വേണം എന്ന് പറയാം. അല്ലാതെ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, ഞാൻ വേറെ സിനിമയിൽ ചിത്രീകരണത്തിനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് കാര്യം? എന്നിട്ട് അതിനെ ആ പോസ്റ്റ് ഷെയർ ചെയ്യാൻ പൃഥ്വിരാജ് അതേ പോസ്റ്റിൽ അങ്ങോട്ട് ഷെയർ ചെയ്യാം. അല്ലെ സ്വന്തമായിട്ട് ഒരു ഡയലോഗോ ഒരു ഇതും ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാക്യം പറയാനുള്ളതില്ല. അത് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല. അല്ലാതെ എനിക്ക് നാട്ടുകാരോട് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. മാപ്പും കൊപ്പൊന്നും പറയാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ശരിയാണ്. കാരണം പൃഥ്വിരാജിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, അതൊരു സംവിധായകൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. സംവിധാനം ക്രിയേറ്റീവായിട്ട് സംവിധായകൻ്റെ കഴിവ്, അല്ലെങ്കിൽ സംവിധായകന് പ്രേക്ഷകരോട് എന്താണോ പറയാനുള്ളത് അത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വന്ന പ്രശ്നത്തിൻ്റെ ഭാഗമാണെങ്കിലും ശരി, ഇതുപോലുള്ളൊരു സ്ഥലത്ത് നട്ടല് വളയ്ക്കുവാൻ പൃഥ്വിരാജ് കാണിച്ച മനസ്സ് അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത് പിന്നെ നമുക്ക് പോട്ടെന്ന് പറയാം. കാരണം ചിലപ്പോൾ സിനിമയുടെ നിർമ്മാതാവിന് പൈസ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ചിലപ്പം താഴ്ന്നു കൊടുത്തതായിരിക്കാം. പക്ഷേ ലാലേട്ടൻ്റെ ഈ പ്ലേറ്റ് മാറ്റാൻ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ലാലേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ വിചാരിച്ച അത്രത്തോളം പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ചിത്രം ഇങ്ങനെ ആയതിനു ശേഷം ലാലേട്ടൻ്റെ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി പോലും എടുത്ത് മാറ്റണമെന്നുള്ള കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലൊക്കെ ഭയന്നിട്ടാണോ ലാലേട്ടൻ ഇങ്ങനെ ഒന്ന് പറയുന്നതെന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. ഒരു നടൻ ഈ സിനിമ കാണണമെന്നുള്ള നിർബന്ധമില്ല. നടൻ എന്ന് പറയുന്നത് ലാലേട്ടൻ ആ സീനുകളിലൊന്നും ഒരു ബന്ധവുമില്ല. അപ്പം ലാലേട്ടന് ശുദ്ധമായിട്ട് കൈയൊഴിഞ്ഞ് പോവാം. ഞാൻ ആ സീനൊന്നും കണ്ടിട്ടില്ല, ഞാൻ വേറെ ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു, എനിക്കിതൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇതിൻ്റെ നിർമ്മാതാക്കൾ ആശീർവാദ് സിനിമാസാണ്. അപ്പോൾ നിർമ്മാതാക്കൾ ആരാണ്? ആൻ്റണി പെരുമ്പാവൂറാണ്. ആൻ്റണി പെരുമ്പാവൂർ എന്ന് വെച്ചാൽ ആരാണ്? മോഹൻലാലാണ്. അപ്പം മോഹൻലാൽ നിർമ്മാതാവായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മെയിൻ നടനും സംവിധായകനുമായിട്ടുള്ള പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരാൾ സിനിമ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തുറാതെ മെഴുകുന്ന ഫാൻസ് ഉള്ള നാടാണിത്. എന്നിട്ട് അത് പറയുന്നതിൻ്റെ കമൻറ്റ് ബോക്സിൽ പൂരത്തെറി വിളിയുമായിട്ട് വരുന്ന ഫാൻസ് ഉള്ള ഒരു നടനാണ് ലാലേട്ടൻ എന്ന് പറയേണ്ടി വരും. കാരണം ലാലേട്ടനെ കുറ്റം പറയുന്നതല്ല, ലാലേട്ടൻ്റെ ഫാൻസിനെ. ഇനി നമുക്ക് അത് കാണണമെങ്കിൽ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടീസർ റിലീസിൽ ലാലേട്ടൻ്റെ പ്രസംഗം കൊടുത്ത് കണ്ടാൽ മതിയേ. ഓക്കെ, നന്ദി, നമസ്കാരം.